ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് ഫ്ലിക്സ്. നമ്മളിന്ന് കാണാൻ പോയ സിനിമ പാട്രിയറ്റ്, മലയാള സിനിമയാണ് ഗൈസ്. ആൻഡ് ഇറ്റ് വാസ് ഡിറക്റ്റഡ് ബൈ മഹേഷ് നാരായണൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻഡ്രോ ജോസഫ് ആൻഡ് KG അനിൽകുമാർ ആൻഡ് സ്റ്റാറിംഗ് അവർ ഓൺ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, സറിൻ. ഇറ്റ്സ് ലൈക്ക് ഒരു ഇമ്മൻസ് സ്റ്റാർ കാസ്റ്റ് ആണ് ഗൈസ്. ലോട്ട്സ് ഓഫ് ബിഗ് നെയിംസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുഷിൻ ശ്യാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി വാസ് ഗുഡ്. മനുഷ് നന്ദൻ. ഫ്രെയിംസ് വെയർ കിടിലം, മനസ്സിലായില്ല, നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം പടം ആദ്യം മുതൽ അവസാനം വരെ. ടോപ്പ് നോച്ച് വിഷ്വൽ ട്രീറ്റ് ആണ്. ആൻഡ് ദെൻ വാട്ട് മ്യൂസിക് ഈസ് ഓൾസോ ഗുഡ്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കുറേ സോഷ്യൽ മീഡിയ ആൾക്കാരെ കാണിക്കുന്ന കുറേ സീനൊക്കെ ഉണ്ട്, ഒരു ഇവൻറ്റ് പോലത്തെ. ദാറ്റ് വാസ് ലൈക്ക് റിയലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പെർഫോമൻസസ് ഗൈസ്. മമ്മൂക്ക ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. ഈസ് ലൈക്ക് ബിക്കംസ് എ യൂട്യൂബർ മിഡ് ഓഫ് ദ മൂവി. അതിൽ പക്ഷേ നല്ല രസമാണ് ഗൈസ്. പുള്ളി യൂട്യൂബറായിട്ട് വരുമ്പോൾ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് എനിക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ആൻഡ് യുനോ കൈൻഡ് ഓഫ് ആ ഒരു സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ലൈക്ക് ഒരു വെറൈറ്റി സംഭവമാണല്ലോ, പുള്ളി ഇതിലേക്കായിട്ടും ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട് ഫെൽറ്റ് ലൈക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ ആൻഡ് കുഞ്ചാക്കോ ബോബൻ, അവരൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ ആ ഒരു റോള് പ്ലേ ചെയ്ത് പോകുന്നു എന്നല്ലാതെ ഭയങ്കര വലിയൊരു എന്താ പറയുമല്ലോ, യു ഡോണ്ട് ഫീൽ വെരി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതൊന്നും ഇല്ല അധികം, മനസ്സിലായില്ല. ദേ ആർ ജസ്റ്റ് ഡൂയിങ് ദ ജോബ് എന്നുള്ള സെറ്റപ്പാണ്. ലാലേട്ടൻ, ഹീ മേക്സ് ദ ഡിഫറൻസ് ഇൻ ദിസ് മൂവി. പുള്ളി നിങ്ങൾ ട്രെയിലറിൽ കണ്ടാണ്, ഹീസ് ദെയർ. അപ്പോൾ പുള്ളി ഈ സിനിമയിൽ വന്ന സമയം മുതൽ യു ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ലാലേട്ടൻ മൂവി, മനസ്സിലായില്ലേ. ആ ഒരു ഓറയും സംഭവം ഉണ്ടല്ലോ, പുള്ളി നാച്ചുറലി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പോകുന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് പുള്ളി എനിക്ക് കുറച്ച് എന്താ പറയുമല്ലോ, ലിമിറ്റ് ചെയ്തെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന്. ആൻഡ് ഒബ്വിയസ്ലി ഇറ്റ്സ് ഈസ് ദ ലീഡ് ഹീറോ എന്ന് പറയുന്നത് മമ്മൂക്കാണ്. സോ ദേ കാൺഡ് ഗീവ് ടു മച്ച് പവർ ടു ദ ക്യാരക്ടർ ഓഫ് മോഹൻലാൽ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഹി മേഡ് എ റിയലി ഗുഡ് ഇമ്പാക്ട്, മനസ്സിലായില്ലേ. അപ്പം പിന്നെ ഇതിൽ നയൻതാരയുണ്ട്, ദർശനയുണ്ട്, രേവതി. ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗുഡ് റോൾസ്. ദേ ഹാവ് ഡൺ ദെയർ പാർട്ട്. നയൻതാരയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇതിൽ, ജസ്റ്റ് നെയിം സേക്കിനുണ്ടെന്നേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് അങ്ങനെ ഭയങ്കര വലിയ റോളൊന്നും ഇല്ല ഇതിൽ, കുറച്ചൊരു പേരിന് വന്നു പോകുന്ന ക്യാരക്ടറാണ്. ആൻഡ് രാജീവ് മേനോൻ വാസ് ഗുഡ് ആസ് JPS. ഹി വാസ് വെരി ഇമ്പാക്ട്ഫുൾ. എനിക്ക് തോന്നുന്നു പുള്ളിയാണ് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് കുറച്ചെങ്കിലും ഒന്ന് എൻഹാൻസ് ചെയ്തത് പുള്ളിയുടെ ഒരു പെർഫോമൻസ് ആണ്. പിന്നെ എന്തോ നമ്മുടെ ഷഹീൻ സിദ്ദീഖ് ഉണ്ട്, ഇഷാൻ ഷൗക്കത്ത്, അങ്ങനെ കുറച്ച് പേര് സപ്പോർട്ടിങ്, ജിനു ജോസഫ്, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം അവരുടെ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു 1 ടൈം വാച്ച് മൂവിയാണ് ഗൈസ്. ആൻഡ് വാട്ട് യു സേ, മാസ് ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത് ഗൈസ്. അങ്ങനത്തെ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ ദ ആ ഒരു സൈഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല. ദിസ് ഈസ് കംപ്ലീറ്റ് ഒരു കോണ്ടന്റ് ഡ്രിവൺ ഒരു സ്ക്രിപ്റ്റാണ്. ആൻഡ് ദേ ഹാവ് ഡൺ ദെയർ ബെസ്റ്റ് ടു യുനോ ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് പടം എടുത്തു പോകാനായിട്ടുള്ള ശ്രമിച്ചിട്ടുണ്ട്. ദർ ആർ മൾട്ടിപ്പിൾ ഫോറിൻ ലൊക്കേഷൻസ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ആൻഡ് ആ ബഡ്ജറ്റ് എവിടെ ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി കിട്ടാനായിട്ട്. ഇറ്റ്സ് ലൈക്ക് ക്വാളിറ്റി ഫിലിം മേക്കിംഗ്, ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ഒരു എന്താ പറയുമല്ലോ, ഒരു ഈ മൂവി അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ട് അങ്ങനത്തെ ലെവലിൽ സാധനമല്ല. ഈസ് ജസ്റ്റ് ഓൺ ദ റൺ, എന്താ പറയുക, നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ നടന് ഓടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓടി നടന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു സാധനമാണ്. സോ ആ ഒരു രീതിയിൽ കാണുക. ആൻഡ് ദേ ആർ ട്രൈങ് ടു പ്രൂവ് സംതിങ്. അപ്പം ആ ഒരു ജേണി ഈ ഒരു മൂവിയിൽ കൂടെ നിങ്ങൾക്ക് കാണാം. അല്ലാതെ ഇതൊരു ഫുള്ളി മാസ് പണ്ടത്തെ മറ്റേ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ പോലത്തെ സെറ്റപ്പ് അല്ല ഇത്. ദിസ് ഷോസ് ദെയർ ട്രൂ ബോണ്ടിങ്, മനസ്സിലായി. ഈ ഒരു പടത്തിൽ കൂടെ നമുക്ക് അവരുടെ ആ ഒരു ബ്രദർലി സംഭവം, ബോണ്ട് നമുക്ക് നല്ലപോലെ കിട്ടും. ദ സീൻസ് വിച്ച് ദേ ആർ ഇൻ. അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുമല്ലോ, നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും, ലൈക്ക് ബിറ്റ്വീൻ ദം. നമ്മൾ എന്താ പറയുമല്ലോ, നാച്ചുറലി അവർ തമ്മിൽ റിയൽ ലൈഫിലും ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട്. സോ ആ ഒരു സാധനം നമുക്ക് ഈ സിനിമയിൽ കൂടെ കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ എസെൻസ് ഓഫ് ദിസ് മൂവി. അത് അവർ രണ്ടുപേരും ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവതരിപ്പിക്കുന്നത്. നത്തിങ് സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് സംഭവങ്ങളൊന്നും ഇല്ല ഇതിൽ. ജസ്റ്റ് കാണുക, എൻജോയ് ചെയ്യുക, അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു മൂവിയാണ്. എനിക്ക് പിന്നെ 2 hours ഓൾമോസ്റ്റ് 3 hours ഒരു മൂവിയാണ്. അപ്പോൾ അത്രയ്ക്ക് വലിച്ചു നീട്ടുണ്ടായിരുന്നു എന്നൊരിതുണ്ട്. കുഡ് ഹാവ് മെയ്ഡ് ബിറ്റ് മോർ ഷോർട്ടർ, എന്നാൽ കുറച്ചുകൂടെ നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. ബിക്കോസ് കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്, തിങ്സ് റിലേറ്റഡ് ടു ഡേറ്റ ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അപ്പം അത് ചിലപ്പം ചിലർക്കൊന്നും അത് കണക്ട് ആവാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പോൾ ടെക്നോളജി ഫോളോ ചെയ്യുന്നവരും ഇപ്പോൾ യങ്ങർ ഓഡിയൻസിനൊക്കെ നല്ല രീതിയിൽ കണക്ട് ആവുന്ന ഒരു പടമാണ്. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഇൻ ദ ബോക്സ് ഓഫീസ് റിയലി വെൽ, ബിക്കോസ് ഇവരെടുത്തേക്കുന്ന എഫേർട്ട് ഇസ് ദാറ്റ് മച്ച്. ബിക്കോസ് കാണുമ്പോഴേ നമുക്കറിയാം ഫ്രെയിംസും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ക്വാളിറ്റി എന്താ പറയുക ഇൻപുട്ട് അവർ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഷോസ് ഇൻ ദ ഔട്ട്പുട്ട് ഓൾസോ.
നല്ലൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മൂവിയാണ്. യു ക്യാൻ ജസ്റ്റ് ഗോ വാച്ച് ഇറ്റ്. അങ്ങനത്തെ രീതിയിൽ കാണുക. ഡോണ്ട് എക്സ്പെക്റ്റ് മറ്റേ മാസ അടി ഇടി പറക്കൽ അതൊന്നുമില്ല. അതൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഷുഡ് വാച്ച് ഇറ്റ്. ആ ഒരു ജോണറിലെ പടം എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ദിസ് യു മേ എൻജോയ്. വൺ ടൈം വാച്ചാണ് ഗൈസ്. അപ്പം എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. ബിക്കോസ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് വലിയ നടന്മാരും ഒരുമിച്ച് വരുന്നത്. ആൻഡ് അവരുടെ ആ ഒരു ബോണ്ടിങ് നല്ല രീതിയിൽ കാണിച്ചിട്ടുള്ളൊരു മൂവിയാണ്. ജസ്റ്റ് ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു ഓവർ എക്സ്പെക്റ്റേഷനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഗൈസ്. ജസ്റ്റ് ഗോ ദെയർ. ആൻഡ് ആ ഒരു എന്താ പറയുക, ആ സ്ക്രിപ്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. നത്തിങ് സൂപ്പർഫിഷ്യൽ ഓർ എനിത്തിങ്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവി പ്രതീക്ഷിക്കേണ്ട. ദിസ് ഈസ് മോർ ലൈക്ക് ഒരു, ഞാൻ പറഞ്ഞ പോലെ ഒരു കോണ്ടന്റ് ഡ്രിവൺ മൂവിയാണ്. അപ്പം ദേ ആർ ട്രൈങ് ടു പുട്ട് ഔട്ട് ലൈക്ക് ഒരു ഗീവ് ഔട്ട് എ മെസ്സേജ്. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് യു വിൽ നോ, ലൈക്ക് അത് കണ്ടു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിവസിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ just watch it and see what the director have to say to the audience. അപ്പം അത് കാണുക. ജസ്റ്റ് ബിക്കോസ് there's a huge star cast. ആ സ്റ്റാർ കാസ്റ്റിന് വേണ്ടി പോകാതെ ഗൈസ് സ്ക്രിപ്റ്റിന് വേണ്ടി പോവുക. ജസ്റ്റ് എൻജോയ് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ദ മൂവി. ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് മൂവി. ഞാൻ ഇനിയിപ്പോൾ അടുത്ത് ദൃഢം കാണാനുള്ള പ്ലാൻ ഉണ്ട് 8th ഷെയ്ൻ നിഗത്തിൻ്റെ. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ത്രില്ലർ. അപ്പോൾ ഇനി അതായിരിക്കും. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ ഓൺ പാട്രിയറ്റ് ആൻഡ് ഐ വിഷ് ദ മൂവി ദ വെരി ബെസ്റ്റ്. ബിക്കോസ് ലൈക്ക് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടെടുത്തൊരു പടമാണ്. നമുക്ക് കാണുമ്പോഴേ മനസ്സിലായി ലൈക്ക് ദ എഡിറ്റിംഗ് പാർട്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണൻ തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ചില സീൻസൊക്കെ റിയലി ഗുഡ്, വെൽ എഡിറ്റഡ്. ആൻഡ് ദ മ്യൂസിക് ഓൾസോ കോംപ്ലിമെൻറ്റ്സ് ഇറ്റ്. പക്ഷേ ഐ വിൽ നോട്ട് സേ ദാറ്റ് ദിസ് ഈസ് എവറി വൺസ് ബെസ്റ്റ് വർക്ക് എന്ന് ഞാൻ പറയില്ല. മനസ്സിലായില്ലേ? ദിസ് ഈസ് ലൈക്ക് ഒരു നല്ലൊരു എഫേർട്ടാണ്. ലൈക്ക് ദേ ഹാവ് ഡൺ ദെയർ പാർട്ട്. അത്രയും ആ ഒരു എക്സ്പെക്ടേഷനിൽ പോവുക. ഡോണ്ട് എക്സ്പെക്ട് ലൈക്ക് ഒരു ഭയങ്കര ഒരു സൂപ്പർഫിഷ്യൽ പടം വിചാരിച്ച് പോകരുത്. ഗോ വിത്ത് ലിമിറ്റഡ് എക്സ്പെക്ടേഷൻസ്. യു വിൽ എൻജോയ് ദ മൂവി. അല്ലേ, അങ്ങനത്തെ ഒരു ബ്ലാങ്ക് മൈൻഡിലാണ് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ ആസ് വെൽ ഓൺ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഐ എൻജോയ്ഡ് ദ യൂട്യൂബർ പാർട്ട് ഓഫ് മമ്മൂക്ക. ഇറ്റ് വാസ് റിയലി ഫൺ ടു വാച്ച് ആൻഡ് യു ഗൈസ് ഓൾസോ വിൽ എൻജോയ് സീയിങ് ഇറ്റ്. എനിക്ക് ഉറപ്പാണ്. ആ ഒരു സൈഡ് ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ വ്ളോഗ് നമ്പർ സാധനം ഇട്ട് പോകുന്ന പോലെ പുള്ളി വ്ളോഗ് നമ്പർ ഇത്ര വിമതൻ എന്നാണ് പുള്ളിയുടെ യൂട്യൂബ് നെയിം. സോ ദാറ്റ് വാസ് ലൈക്ക് റിയലി ഫൺ ടു വാച്ച്. ഐ ലൈക്ക് ദാറ്റ് പാർട്ട്. ഐ വിഷ് ഇറ്റ് വാസ് എക്സ്പ്ലോർഡ് മോർ. കുറച്ചുകൂടെയൊക്കെ രസമായിരുന്നില്ല. ഓൾ ഇൻ ഓൾ എ ഗുഡ് മൂവി ഗൈസ്. സോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. എൻജോയ് ദ കോമ്പിനേഷൻ ബിറ്റ്വീൻ ബോത്ത് സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാള സിനിമ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത റിവ്യൂവിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.